ഇന്റർനാഷണൽ ടെർമിനൽ, നെടുമ്പാശ്ശേരി എയർപോർട്ട്. ഇന്ത്യൻ സമയം 8 PM. 37 മണിക്കൂർ നീണ്ട ആ യാത്രയ്ക്ക് ശേഷം ലെവിൻ കുടുംബം കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തി. തളർന്ന് അവശരായിരുന്നു യാത്രക്കാർ എല്ലാവരും. എത്രയും പെട്ടെന്ന് ഫോർമാലിറ്റികൾ അവസാനിപ്പിച്ച് പുറത്തു കടക്കാനായി വാൾട്ടർ എമിഗ്രേഷനിലേക്ക് ഓടുകയായിരുന്നു. സ്റ്റെല്ല ആകെ ഒരുതരം മരവിച്ച അവസ്ഥയിൽ അമ്മയുടെ വീൽചെയറും തള്ളിക്കൊണ്ട് അയാളെ പിന്തുടർന്നു. തീർത്തും ഉന്മേഷരഹിതമായിരുന്നു അവളുടെ മുഖം. ഒരു വെക്കേഷനാണെന്നോ സന്തോഷിക്കേണ്ട സമയമാണെന്നോ അവൾക്ക് തോന്നിയില്ല. FBI ഏജന്റ് ഫോക്സ് സ്ട്രൈഡറുടെ വാക്കുകൾ സദാസമയവും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നിന്റെ പപ്പ മിസ്റ്റർ വാൾട്ടൺ ലെവിൻ വൂഡു എന്നൊരു ബ്ലാക്ക് മാജിക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പപ്പയുമായി ഒന്നിരുന്ന് സംസാരിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. വീട്ടിലെത്തിയതും യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളായിരുന്നു. എമിഗ്രേഷൻ കൗണ്ടറുകൾക്ക് സമീപം തന്നെ മാത്യൂസ് നിന്നിരുന്നു. വീൽചെയറും തള്ളി മുമ്പിൽ നടന്നു വന്ന സ്റ്റെല്ലയെ കണ്ടതും അയാൾ പെട്ടെന്ന് തന്നെ അവരെ തിരിച്ചറിഞ്ഞു. അവരുടെ തൊട്ടു മുമ്പിൽ തന്നെ നടന്നു വരുന്ന അജാനബാഹുവായ മൊട്ടത്തലയനായിരിക്കണം വാൾട്ടർ. ആളെ കിട്ടി, ഇനി ഇവിടുന്ന് നേരെ ബാഗേജിലേക്കാണ്, എല്ലാവരും കരുതി നിൽക്കുക. അയാൾ വാക്കി ടോക്കിയിലൂടെ നിർദ്ദേശം കൊടുത്തു. സംസാരം പൂർണ്ണ മലയാളത്തിലാകാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. അത് പറഞ്ഞ് മാത്യൂസ് മുഖമുയർത്തി നോക്കിയത് വാൾട്ടറെയാണ്. അയാൾ തൊട്ടു മുൻപിൽ തന്നെ മാത്യൂസിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. യെസ്, താങ്കൾ പോലീസ് ഓഫീസറാണോ? പെട്ടെന്നുള്ള ചോദ്യത്തിൽ മാത്യൂസ് പതറിയത് വാൾട്ടർക്ക് വ്യക്തമായി മനസ്സിലായി. യെസ്, പോലീസാണ്. എങ്ങനെ മനസ്സിലായി? റേഡിയോ. വാൾട്ടർ വയർലെസ്സിലേക്ക് വിരൽ ചൂണ്ടി. ഓ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? എനിക്ക് സിം കാർഡുകൾ വേണം. ഇവിടെ മുൻപ് ഒരു കൗണ്ടർ ഉണ്ടായിരുന്നല്ലോ, ഐഡിയോ മറ്റോ. അതിപ്പോ ഇല്ലേ? അതിവിടെയല്ല, കുറച്ചപ്പുറത്താണ്. വരൂ, ഞാൻ കാണിച്ചു തരാം. എല്ലാം കേട്ടുകൊണ്ട് തൊട്ടു പുറകിൽ തന്നെ സ്റ്റെല്ല നിൽക്കുന്നുണ്ടായിരുന്നത് വാൾട്ടർ അറിഞ്ഞില്ല. പപ്പ, അവൾ ശബ്ദം താഴ്ത്തി വിളിച്ചു. ഇവിടെ എവിടെയാണ് സിം കാർഡ് കിട്ടുക എന്ന് പപ്പയ്ക്ക് എങ്ങനെ അറിയാം? പപ്പ ഇവിടെ മുൻപ് വന്നിട്ടുണ്ടോ? ഓ ഇല്ല കുട്ടി, അയാൾ ചിരിച്ചു. ഞാനൊരു ഊഹം നടത്തിയതല്ലേ. സാധാരണ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുക ഫോൺ കമ്പനിക്കാരുടെ കൗണ്ടറുകളാണ്. അതിന് പപ്പ വേറെ എവിടെയാണ് ഇന്റർനാഷണൽ ട്രിപ്പ് നടത്തിയിട്ടുള്ളത്? ഇല്ല, എവിടെയുമില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, അതാണ്. ഞാനിതൊക്കെ ഓൺലൈനായി നന്നായി ഗവേഷണം ചെയ്താണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അവൾക്ക് വാൾട്ടറുടെ പരുങ്ങൽ വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു. പപ്പയുടെ പാസ്പോർട്ട് ഒന്ന് തരുമോ? എനിക്ക് ഒരു കാര്യം നോക്കാനാണ്. അവൾ കൈനീട്ടി. പിന്നെന്താ, ഹോട്ടലിൽ ചെല്ലട്ടെ? അയാൾ തിടുക്കത്തിൽ മുൻപോട്ട് നടന്നു. സ്റ്റെല്ലയുടെ മുഖം ഇരുണ്ടു. താൻ ഇന്നുവരെ അറിഞ്ഞിട്ടുള്ള ആളല്ല തൻ്റെ പപ്പ എന്നവൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മാത്യൂസ് അയാൾക്ക് ഐഡിയ കൗണ്ടർ കാണിച്ചു കൊടുത്ത് തിരിഞ്ഞു നടന്നു. താങ്ക് യു മിസ്റ്റർ മാത്യൂസ് തരകൻ. മാത്യൂസ് ഹസ്തദാനത്തിനായി കൈനീട്ടി. കൈപിടിച്ചു കുലുക്കുമ്പോൾ വാൾട്ടർ മാത്യൂസിനെ അടിമുടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താങ്കൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെ ആയിരിക്കണമല്ലോ. നല്ല ഫ്ലുവൻ്റ് ഇംഗ്ലീഷ്. അർത്ഥഗർഭമായ ഒരു ചിരിയുണ്ടായിരുന്നു വാൾട്ടറുടെ മുഖത്ത്. മറുപടിയായി ഒരു നല്ല ചിരി സമ്മാനിച്ചിട്ട് മാത്യൂസ് നടന്നാകുന്നു. ഇയാൾ പിശകാണ് കേട്ടോ, നമ്മളെ സ്പോട്ട് ചെയ്യാതെ ശ്രദ്ധിക്കണം, കൂർക്കൻ്റെ ബുദ്ധിയാ. അയാൾ ശബ്ദം താഴ്ത്തി വയർലെസ് സന്ദേശം അയച്ചു. തുടർന്ന് 3 പേരുടെ മൊബൈലിൽ പുതിയ സിം കാർഡുകൾ ഘടിപ്പിച്ച് അവർ ലഗേജ് എടുക്കുന്നതിനായി നീങ്ങി. ഫോൺ ആക്ടിവേറ്റായ ഉടനെ സ്റ്റെല്ല മെറിനെ ഡയൽ ചെയ്തു. ഹലോ മെറി, ഞങ്ങൾ ലാൻഡ് ചെയ്തു. കൊച്ചി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് എൻ്റെ നമ്പർ. ഞാൻ വാട്സാപ്പിൽ വരാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവൾ ശ്വാസം വിടാതെ അത്രയും പറഞ്ഞു തീർത്തു. സ്റ്റെല്ല, മെറിൻ്റെ സ്വരം കരച്ചിൽ പോലെ തോന്നിച്ചു. ഇവിടെ ഒരു സംഭവമുണ്ടായി. എന്തുപറ്റി മെറിൻ? നീ എന്താ വല്ലാതിരിക്കുന്നത്? നീ അറിഞ്ഞില്ലേ? അവൾ ഒന്ന് വിങ്ങിപ്പൊട്ടി. മിസ്റ്റർ ലർക്കിൻ, അദ്ദേഹം ഇന്നലെ ഒരു ആക്സിഡൻറ്റിൽ. വാട്ട്? നിങ്ങളെ എയർപോർട്ടിൽ വിട്ടിട്ട് തിരിച്ച് വീട്ടിലെത്താറായപ്പോഴാ ഞാൻ അറിയുന്നത്. അദ്ദേഹം ഹെലനെ പിക്ക് ചെയ്ത് വരുന്ന വഴിക്ക് കാറിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് ആയത്രേ. കാർ ഒരു ഡിച്ചിലേക്ക് വീണു. ഓ മൈ ഗോഡ്. തല ചുറ്റുന്ന പോലെ തോന്നിയ സ്റ്റെല്ല അടുത്തു കണ്ട ഒരു തൂണിൽ മുറുക്കെ പിടിച്ചു നിന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു. ഹെലൻ? ആ കുട്ടിക്ക് കാര്യമായി ഒന്നും പറ്റിയില്ല. കഴുത്തിൽ എന്തോ ഒരു ഫ്രാക്ചർ മാത്രം. ഞാൻ കാണാൻ പോയില്ല. ഇവിടെ എല്ലാവരും ആകെ ഷോക്കിലാണ്. ഫോണിൽ ബാലൻസ് തീർന്ന് കട്ടായി. വളരെ ബുദ്ധിമുട്ടി സ്റ്റെല്ല ഉമിനീരിറക്കി. താഴത്തെ നിലയിലെത്തിയ വാൾട്ടർ സംശയത്തോടെ അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. എന്തുപറ്റി?
അയാൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ വളരെ സാവധാനം ലിഫ്റ്റിലേക്ക് നടന്നു. അമ്മ വീൽചെയർ ഉരുട്ടി അവിടെ എത്തി കാത്തു നിൽക്കുകയായിരുന്നു. എന്തു പറ്റി സ്റ്റെല്ല? അവർ അവളുടെ കൈ കടന്നെടുത്തു. സംതിങ് ടെറിബിൾ ഹാസ് ഹാപ്പൻഡ്. അവൾ മന്ത്രിക്കുന്ന പോലെ അത്രയും പറഞ്ഞുകൊണ്ട് അമ്മയെ ലിഫ്റ്റിനുള്ളിലേക്ക് തള്ളിക്കയറ്റി. അപ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി മിന്നിമറഞ്ഞ പോലെ അവൾക്ക് തോന്നി. എനിക്കറിയാം, നിങ്ങളും പപ്പയും കൂടി ഒരുമിച്ച് ചെയ്യുന്നതാ ഇതെല്ലാം. അവളുടെ സ്വരം രൂക്ഷമായിരുന്നു. പക്ഷേ മുഖഭാവം കണ്ടാൽ ഏതു നിമിഷവും പൊട്ടിക്കരിഞ്ഞേക്കാമെന്ന് തോന്നി. മാർഗരറ്റ് മറുപടി ഒന്നും പറഞ്ഞില്ല. താഴത്തെ നിലയിൽ ബാഗേജ് എടുക്കാൻ ചെന്നപ്പോഴേ വാൾട്ടർ പോലീസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു. ആ ഹാളിൽ പലയിടങ്ങളിലായി നിലയുറപ്പിച്ചിരുന്ന മിക്കവരും പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് അയാൾക്ക് മനസ്സിലായി. തന്നെപ്പറ്റി ഇവിടെ വിവരം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വികൃതമായൊരു ചിരി വിടർന്നു അയാളുടെ മുഖത്ത്. ബാഗുകളൊക്കെ എടുത്ത് പുറത്തേക്കിറങ്ങാനായി നിന്ന വാൾട്ടറെ പെട്ടെന്ന് ഒരാൾ പുറകിൽ നിന്ന് വിളിച്ചു. സാർ, ആ ഹാൻഡ് ബാഗിൽ ലിക്കർ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ വാൾട്ടറുടെ തോളിലെ നീണ്ട ബാഗിലേക്ക് വിരൽ ചൂണ്ടി. ഇല്ലല്ലോ, ഞാനങ്ങനെ കാര്യമായി മദ്യപിക്കുന്ന ആളല്ല. വാൾട്ടർ ചിരിച്ചു. ബാഗ് ഒന്ന് പരിശോധിക്കണം സാർ. മുകളിൽ ആ എക്സ്റേ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, അതാണ്. ആ ഓഫീസർ വിടാനുള്ള ലക്ഷണമില്ല. ഓ, അതിനെന്താ? വാൾട്ടർ ആ ബാഗ് അയാളെ ഏൽപ്പിച്ചു. മുകളിൽ പരസ്യ ബോർഡിന് മറവിൽ നിന്ന് മാത്യൂസ് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഷിറ്റ്, അവന്മാരോട് പറഞ്ഞതാ ആ മനുഷ്യനെ പിടിച്ചു നിർത്തരുതെന്ന്. അയാൾ ദേഷ്യത്തിൽ പല്ലുഞെരിച്ചു. ബാഗ് തുറന്ന ഉദ്യോഗസ്ഥൻ ആദ്യം തന്നെ പുറത്തെടുത്തത് ആ പാവയാണ്. അത് കണ്ടതും സ്റ്റെല്ലയിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. മുഖത്ത് പ്രൊഫസർ ലർക്കിൻ്റെ ഫോട്ടോ പതിച്ച അതിൻ്റെ കണ്ണുകളിലും മാറിലും അപ്പോഴും ആ ടൂത്ത് പിക്കുകൾ കാണാമായിരുന്നു. സ്റ്റെല്ലയുടെ നിലവിളി ഉച്ചത്തിലായിരുന്നു. സകലരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ വാൾട്ടർ ഉടൻ തന്നെ അവളെ കൈപിടിച്ച് മാറ്റിക്കൊണ്ട് ഒരു മൂലയിലേക്ക് മാറി നിന്നു. സ്റ്റെല്ല, എന്താ ഈ കാണിക്കുന്നത്? ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. നിനക്കെന്തു പറ്റി? നിങ്ങൾ അയാളെ കൊന്നു. എനിക്കറിയാം, കൊലപാതക നിങ്ങൾ. അവൾ ചീറി. സ്റ്റെല്ല, വാൾട്ടറുടെ മുഖം ചുവന്നു. നീ എന്തൊക്കെയാ ഈ പിച്ചും പേയും പറയുന്നത്? ആരെ കൊന്നെന്ന്? ആ പാവ. അവൾ കിതച്ചു. അതൊരു വൂഡു ഡോളല്ലേ? വാട്ട്? വാൾട്ടർ തിരിഞ്ഞ് ചുറ്റും നോക്കി. സകലരും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. വൂഡു? നിനക്കെവിടുന്ന് കിട്ടി ഈ ജാതി മണ്ടൻ ഐഡിയകൾ? നിനക്കെന്തു പറ്റി സ്റ്റെല്ല? നിങ്ങൾ ഒരു നിമിഷം അയാളുടെ കുടുംബത്തെപ്പറ്റി ചിന്തിച്ചോ? ആ പാവം ഹെലനെക്കുറിച്ച് ആലോചിച്ചോ? നിങ്ങൾക്കറിയുമോ, അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല ആ കാറിൽ, അവളും ഒപ്പമുണ്ടായിരുന്നു. സ്റ്റെല്ലയുടെ സ്വരം ഇടറി. വാൾട്ടർ ഒരു നിമിഷം സ്തബ്ധനായി. ഹെലൻ? ആ കുട്ടി അയാളുടെ മോളായിരുന്നോ? അയാളുടെ മനസ്സിൽ സ്റ്റെല്ലയുടെ കൂട്ടുകാരിയായ, പല പ്രാവശ്യം തൻ്റെ വീട്ടിൽ വിരുന്നു വന്നിട്ടുള്ള ഹെലൻ്റെ മുഖം തെളിഞ്ഞു വന്നു. പക്ഷേ അയാൾ ശബ്ദിച്ചില്ല. ഞാൻ കരുതിയ ആളല്ല എൻ്റെ പപ്പ. നിങ്ങളൊരു കൊലപാതകിയാണ്. എനിക്കത് നേരത്തെ തോന്നിയിരുന്നു. ഇപ്പോൾ ഉറപ്പായി. എനിക്ക് വയ്യ, തിരിച്ചു പോവുകയാണ് ഞാൻ. വെക്കേഷനും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ സ്റ്റെല്ല. അവസാനം വാൾട്ടർ നിശബ്ദത വെടിഞ്ഞു. നമുക്കതിനെപ്പറ്റി ആലോചിക്കാം. തൽക്കാലം ഇപ്പോൾ ഹോട്ടലിലേക്ക് പോകാം. അവിടെ ഇരുന്ന് നമുക്ക് കൂടുതൽ സംസാരിക്കാം. നിനക്ക് ഞാൻ എല്ലാം പറഞ്ഞു തരാം. നീ കരുതുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. അവൾ പതിയെ ശാന്തയായെങ്കിലും ഇടയ്ക്കിടെ പൊട്ടിവന്ന കരച്ചിൽ ചുണ്ട് കടിച്ച് അമർത്തിക്കൊണ്ടിരുന്നു. തോളത്ത് വെക്കാനാഞ്ഞ വാൾട്ടറുടെ കൈ തട്ടിമാറ്റി അവൾ വെളിയിലേക്ക് നടന്നു. ഇനി എന്തു ചെയ്യും? വാൾട്ടർ അടുത്തേക്ക് ചെന്നതും മാർഗരറ്റ് ചോദിച്ചു. എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു മാഗി, അയാൾ മന്ത്രിച്ചു. സ്റ്റെല്ലയോട് എല്ലാം തുറന്നു പറയാം. സമയമായി. പക്ഷേ അതല്ല. ആ പ്രൊഫസർ കാർ ഓടിക്കുമ്പോഴാണ് ഞാനത് ചെയ്തത്. ആ സമയത്ത് കൂടെ അയാളുടെ മകളുമുണ്ടായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ ഹെലനെ? ഉവ്, അവൾ. അത് അയാളുടെ മകളായിരുന്നു അത്രേ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആ കുട്ടിയും അപകടത്തിൽപ്പെട്ടെന്ന് തോന്നുന്നു. വാ, നമുക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിക്കുന്നു. പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. അവർ സ്വയം വീൽചെയർ തള്ളി വെളിയിലേക്ക് നീങ്ങി. അപ്പോഴേക്കും ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പരിശോധനയൊക്കെ കഴിഞ്ഞ് ആ ബാഗ് അയാളെ തിരിച്ചേൽപ്പിച്ചു. പുറത്തേക്കുള്ള വാതിൽക്കൽ എത്തിയതും വാൾട്ടർ തിരിഞ്ഞ് ഒരു നോട്ടം. കൃത്യമായി മുകളിലെ നിരയിൽ ഒരു പരസ്യ ബോർഡിന് പുറകിൽ മറഞ്ഞു നിന്നിരുന്ന മാത്യൂസിന്റെ കണ്ണുകളിലേക്ക്. സനാതന ലക്ഷറി ആയുർവേദിക് മസാജ് സെന്റർ, കൊച്ചി. അതേ ദിവസം അതേ സമയം. മിസ്റ്റർ മിൽട്ടൺ, മന്ത്രിക്കും പോലെ ആ പെൺകുട്ടി വിളിച്ചു.
താങ്കളെ കാണാൻ നമ്മുടെ MD വന്നിട്ടുണ്ട്. മുറിയിലേക്ക് ഇരുത്തട്ടെ? അദ്ദേഹം തന്നെയാണെന്ന് ഉറപ്പല്ലേ? അതെ സാർ, ഞങ്ങളുടെ MD ഞങ്ങൾക്ക് തെറ്റുമോ? അവൾ കുലുങ്ങിച്ചിരിച്ചു. അയാളെ ഇവിടെ ഇരുത്തിയിട്ട് ഈ സാധനം എൻ്റെ തലയ്ക്ക് മുകളിൽ നിന്ന് ഒന്ന് മാറ്റൂ, കഴുത്ത് വേദനിക്കുന്നു. ഓ, ശിരോധാര ഇടയ്ക്ക് വെച്ച് നിർത്താനാവില്ല സാർ. മാക്സിമം 15 മിനിറ്റ്, അതിനുള്ളിൽ ആ എണ്ണ വറ്റും. അതോടെ നമുക്ക് അവസാനിപ്പിച്ച് കുളിച്ച് റെഡിയായി റൂമിലേക്ക് പോകാം. ഹോ നാശം, ഇതിൽ കൊണ്ട് തല വയ്ക്കാൻ തോന്നിയ നിമിഷം അയാൾ ദേഷ്യത്തോടെ കഴുത്തു തടവി. പഞ്ചകർമ്മം മുഴുവനും ഭംഗിയായി ചെയ്തു തീർത്തിട്ടേ താങ്കളെ ഇവിടുന്ന് പുറത്തുവിടൂ. ആ കുട്ടി വീണ്ടും ചിരിച്ചു. ഡിയർ ഗേൾ, മിൽട്ടൺ അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ചടുപ്പിച്ചു. ഈ വക ചികിത്സയ്ക്കൊന്നുമല്ല ഞാനിവിടെ വന്നത്. എനിക്ക് വേണ്ട ഒരു സ്പെഷ്യൽ ചികിത്സയുണ്ട്. അവൾ അയാളുടെ പിടി വിടുവിച്ചു. അങ്ങനത്തെ പരിപാടികൾ നമുക്കില്ല സാർ, ഇത് അങ്ങനത്തെ സ്ഥാപനമല്ല. അവൾ ഗൗരവത്തിൽ വാതിക്കലേക്ക് നടന്നു. അവൾ വെളിയിലിറങ്ങിയതും അയാൾ ആ എണ്ണത്തോണിയിൽ നിന്നും ബദ്ധപ്പെട്ട് എഴുന്നേറ്റു. നാശം, ഈ മരുന്നിൻ്റെ മണം പോകണമെങ്കിൽ ഞാൻ എങ്ങനെ കുളിച്ചാലാ? പെറുപിറുത്തുകൊണ്ട് അയാൾ ബാത്റൂമിലേക്ക് നടന്നു. 15 മിനിറ്റ് നീണ്ട കുളിക്ക് ശേഷം അയാൾ തൃപ്തിയാകാതെ എന്തൊക്കെയോ അസഭ്യപദങ്ങൾ ഉരുവിട്ടുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് നടന്നു. ആ സ്ഥാപനത്തിൻ്റെ MD പ്രഭാകരൻ എടത്തറ അക്ഷമനായി മുറിയിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ മിൽട്ടൺ, താങ്കളെന്താ ആയുർവേദത്തിൻ്റെ ഫാനായോ? സംഭവം കൊള്ളാം, പക്ഷെ എനിക്ക് തീരെ ക്ഷമയില്ല. എന്തോ പഞ്ചകർമ്മമോ മറ്റോ ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. എന്നെക്കൊണ്ട് പറ്റില്ല. അധികം എന്നെ നിർബന്ധിച്ചാൽ ഞാൻ നാളെ തന്നെ ഇവിടുന്ന് ചാടും. ചെയ്യടോ, ഇവിടെ എല്ലാം നമുക്ക് ഓതൻറ്റിക് ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ്. കഴിയുമ്പോൾ താൻ ആളാകെ മാറും, മനസ്സൊക്കെ തണുത്ത് താൻ ചിലപ്പോൾ ഒരു നല്ല മനുഷ്യനാകും. വേണ്ട, എൻ്റെ മനസ്സെങ്ങാൻ നന്നായി പോയാൽ പിന്നെ നമ്മുടെ ബിസിനസ് മുടങ്ങും. മിൽട്ടൺ ചിരിച്ചുകൊണ്ട് കട്ടിലിനടിയിൽ നിന്നും മദ്യക്കുപ്പി പുറത്തെടുത്തു. ആഹാ, ഇതിനകത്ത് സ്കോച്ച് കയറ്റിയോ? സ്റ്റാഫ് കാണണ്ട. പിന്നെ തൻ്റെ ഒരു സ്റ്റാഫ്. അതുപോട്ടെ, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. എങ്ങനെയുണ്ട് ഞാൻ തന്ന ഐറ്റം? പ്രഭാകരൻ പുഞ്ചിരിച്ചു. സാധനം കലക്കി, ചൂടപ്പം പോലെ വിറ്റുപോയി. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ക്രിസ്റ്റൽ മെത്ത് എന്ന് കേൾക്കാത്ത ചെറുപ്പക്കാരില്ല ഇവിടെ. ഏതോ അമേരിക്കൻ TV സീരിയലിൽ ഉണ്ടായിരുന്നത്രേ ഈ സാധനം. ഭയങ്കര ഫേമസ് ആണ്. 10 ഗ്രാമിന് 20,000 വെച്ച് പറഞ്ഞിട്ടും സാധനം വിറ്റുപോയി. ഇനി ഒരു തരി ബാക്കിയില്ല. ആഹാ, മിൽട്ടൺ സന്തുഷ്ടനായി. അപ്പോൾ കേരളത്തിൽ നമുക്ക് മാർക്കറ്റായി. അതല്ല വിഷയം, നമുക്ക് ക്വാണ്ടിറ്റി വേണം. ഇതിപ്പോൾ ആകെ 100 ഗ്രാമോ മറ്റോ അല്ലേ താൻ തന്നത്? 100 അല്ല, 300 ഗ്രാംസ്. കണക്കൊക്കെ കൃത്യമായിരിക്കണം മിസ്റ്റർ എടത്തറ. 300 എങ്കിൽ 300. ഞാൻ പറഞ്ഞത് നമുക്ക് അടുത്ത വട്ടം മിനിമം ഒരു 5 കിലോ എങ്കിലും എത്തിക്കണം. പറ്റുമോ? അതൊന്നും നമുക്കൊരു വിഷയമല്ല. ഒറ്റയടിക്ക് 20 കിലോ വരെ കൊണ്ടുവരാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ താൻ ഇമ്പോർട്ട് ചെയ്യണം. ഈ ആയുർവേദം പോലെ താൻ ഒരു ഗ്ലാസ് കമ്പനി കൂടി തുറക്കണം. ഞാൻ അവിടെ നല്ല ബ്യൂട്ടിഫുൾ സാൻഡ്വിച്ച് ഗ്ലാസ് പാനലുകൾ കയറ്റിവിടാം. അതാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്പോർട്ടിംഗ് ഓപ്ഷൻ. അതെങ്ങനെ? അതായത് നമ്മൾ 2 വലിയ ഗ്ലാസ് പാനലുകൾ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ സ്റ്റഫ് ഒരു ലെയറായി കൊടുത്ത് ഗ്ലാസുകൾ തമ്മിൽ ഒട്ടിക്കും. ഇവിടെ എത്തിയാൽ നിങ്ങൾ ആ ഗ്ലാസുകൾ പിളർത്തി അതിൽ നിന്ന് മൊത്തം ചുരണ്ടിയെടുക്കണം. ഒരു ഗ്ലാസ് പാനലിൽ ഏതാണ്ട് 1/2 കിലോ നമുക്കിങ്ങനെ കടത്താൻ പറ്റും. ഞാൻ ഗോവയിലിപ്പോൾ അങ്ങനെ ഒരു ഷിപ്മെൻ്റ് എത്തിച്ചതേ ഉള്ളൂ. യാതൊരു റിസ്ക്കുമില്ല. ആർക്കും ഒരു പിടിയും കിട്ടില്ല. വണ്ടർഫുൾ. 20 കിലോ സാധനം ഇവിടെ എത്തിച്ചാൽ നിന്നെ ഞാനൊരു കോടീശ്വരനാക്കും. അതൊക്കെ ഇരിക്കട്ടെ, ഈ സാധനം ഓവർഡോസ് ആയാൽ ആൾ തട്ടിപ്പോകുമോ? അതിപ്പോൾ ഏത് ഡ്രഗായാലും അങ്ങനെ തന്നെയല്ലേ. ഈവൻ മരിയാന, കഞ്ചാവ് ആയാൽ പോലും ഓവർഡോസ് പ്രശ്നം തന്നെയാണ്. അതൊക്കെ പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ വല്ല പ്രശ്നവും അതും കാണും. വേണ്ടവർ വാങ്ങിയാൽ മതിയെന്നേ. ഓക്കെ, താനെന്തായാലും തിരിച്ചു ചെന്ന് സ്റ്റഫ് അറേഞ്ച് ചെയ്യും. ഞാനൊരു ഇമ്പോർട്ടഡ് ലൈസൻസ് സംഘടിപ്പിക്കട്ടെ. അതിനല്പം സമയമെടുക്കും. ഈ 20 കിലോ ഒക്കെ കയറ്റി വിട്ടിട്ട് അവസാനം ചിലവായില്ലെന്നും പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത്. മിസ്റ്റർ മിൽട്ടൺ, പ്രഭാകരൻ പുഞ്ചിരിച്ചു. നിങ്ങൾക്കെന്തറിയാം, നമ്മൾ ഈ സാധനം ആകെ ഒരു 4-5 സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. പിന്നെ പിടിച്ചാൽ കിട്ടില്ല. കേരളമായിരിക്കും നിന്റെ നമ്പർ 1 മാർക്കറ്റ്. സ്കൂളുകളിലോ? മിൽട്ടൺ അമ്പരന്ന്. കൊച്ചുകുട്ടികൾക്ക് എങ്ങനെ ക്രിസ്റ്റൽ മെത്ത് കൊടുക്കും? ഇയാൾ എന്താ ഈ പറയുന്നത്? തീരെ കൊച്ചു പിള്ളേരല്ലടോ, ഹൈസ്കൂൾ പിള്ളേർ എൻ്റെ മെയിൻ കസ്റ്റമേഴ്സാണ്. ഹോ, അതൊരു കടുങ്കൈ ആണല്ലോ മിസ്റ്റർ എടത്തറ. എനിക്കെന്തോ അതിനോട് യോജിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
കുഴപ്പമില്ല, നീ യോജിക്കേണ്ട, ഞാനിതെങ്ങനെയും വിറ്റോളാം, നീ ഒന്ന് എത്തിച്ചു തന്നാൽ മതി. പ്രഭാകരന് പെട്ടെന്ന് ദേഷ്യം വന്നു. ഓക്കേ. മിൽട്ടൺ ഒരു ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്ന് അയാൾക്ക് നീട്ടി. ഈ വക ഒന്നും ഞാൻ കൈകൊണ്ട് തൊടില്ല മിസ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശരീരം കേടാകുന്ന ഒന്നിനും ഞാനില്ല. അതെ, നാട്ടുകാർക്ക് മുഴുവൻ കലക്കി കൊടുത്താൽ മതി. മിൽട്ടൺ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒറ്റ വലിക്ക് അതകത്താക്കി. അപ്പോൾ എങ്ങനെയാ, നാളെ തന്നെ തിരിച്ചു പോകുന്നോ? ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എൻ്റെ ഇവിടുത്തെ പണി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആലോചനയോടെ മിൽട്ടൺ എഴുന്നേറ്റ് വാതിൽ ലോക്ക് ചെയ്തു. എന്നിട്ട് ആ കർട്ടൻ ഒന്ന് വലിച്ചിടൂ, അയാൾ പ്രഭാകരനോട് ആവശ്യപ്പെട്ടു. അമ്പരന്നുപോയ പ്രഭാകരൻ എഴുന്നേറ്റ് അയാൾ പറഞ്ഞതുപോലെ ചെയ്തു. എന്താ മിൽട്ടൺ, പെട്ടെന്നെന്താ ഒരു പ്രശ്നം? തനിക്ക് നല്ല വിശ്വാസമുള്ള ഒരു ടീമിനെ കിട്ടണം. എന്തും ചെയ്യാൻ തയ്യാറായ ഒരു 3-4 പേർ. പറ്റുമോ? ക്യാഷ് ഒരു പ്രശ്നമല്ല. നീ കാര്യം പറയൂ. ഇന്ത്യയിൽ, കേരളത്തിൽ നിനക്കെന്തിനാ അങ്ങനെ ഒരു ടീം? എനിക്കൊരാളെ കൈകാര്യം ചെയ്യണം, വല്ലാത്തൊരു മനുഷ്യനെ, എൻ്റെ പുറകെ ഒരു നിഴലുപോലെ പിന്തുടരുന്ന ഒരു ചെകുത്താനെ. മിൽട്ടൺ തന്നെ ബാക്കി പറയാനായി പ്രഭാകരൻ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. സ്റ്റേറ്റ്സിലായിരുന്നപ്പോൾ ഇയാൾ എന്നെ വിടാതെ പിടികൂടിയതാണ്. പക്ഷേ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. അയാളൊന്ന് തൊട്ടാൽ മതി, മരണം ഉറപ്പാ. പ്രഭാകരൻ ഞെട്ടി. താങ്കൾ വിശ്വസിക്കില്ല മിസ്റ്റർ എടത്തറ, ഇത് അങ്ങനത്തെ ഒരു പ്രത്യേകതരം ജന്മമാണ്. എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ അയാളിപ്പോൾ കേരളത്തിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞു. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് പുറകെ ഇയാളും ബുക്ക് ചെയ്തത്രേ. നമ്മുടെ ഒരു സുഹൃത്ത് അപ്പോൾ തന്നെ എന്നെ വിളിച്ച് മുന്നറിയിപ്പ് തന്നതാ. താൻ എന്ത് സാധനമാണ് ആ കുടിച്ചത്? പ്രഭാകരൻ ആ കുപ്പിയിലേക്ക് നോക്കി. എന്തൊക്കെയാ ഈ പറയുന്നത് മിൽട്ടൺ? മനസ്സിലാവുന്ന ഭാഷയിൽ പറയോ? അയാൾ വാൾട്ടർ ലെവിൻ, എൻ്റെ അന്തകനാണ്. എന്നെ കൊല്ലുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അയാൾക്ക്. അമേരിക്കയിലെ ഏറ്റവും വിലപിടിച്ച കോൺട്രാക്ട് കില്ലറാണ് അയാൾ. താങ്കളെ ഇങ്ങനെ വന്നൊന്ന് തൊട്ടാൽ, തൻ്റെ രോമം അയാളുടെ കയ്യിൽ തടഞ്ഞാൽ അത് മതി, അന്ന് രാത്രി താൻ തീരും. മിൽട്ടൺ പ്രഭാകരൻ്റെ കൈത്തണ്ടയിൽ ഒന്നമർത്തി തിരുമ്മി. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അയാൾ കാര്യം നടത്തും. ഓഹോ, കൊള്ളാമല്ലോ. നീ തലയിൽ ഒരിത്തിരി വെള്ളം കോരി ഒഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് മിൽട്ടൺ. എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്ക് തന്നെ അറിയില്ല. പ്രഭാകരൻ്റെ മുഖത്ത് ചിരിയായിരുന്നു. താൻ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കൂ. ഞാൻ കോമഡി പറയുകയാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഷെടാ, നീ ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ എന്നെ കൊല്ലാൻ ആള് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ മിസ്റ്റർ? ഞാൻ പറഞ്ഞു തന്നെയാടോ സത്യം. എൻ്റെ DNA ഉള്ള എന്തെങ്കിലും ഒരു സാധനം അയാൾക്ക് കിട്ടിയാൽ അയാൾക്ക് വേറെ എവിടെയെങ്കിലും ഇരുന്ന് എന്നെ കൊല്ലാനാകും. വൂഡു എന്നാണ് ഈ വിദ്യയുടെ പേര്. ഈ നൂറ്റാണ്ടിലെ കാര്യം തന്നെയാണോ പറയുന്നത്? ഓക്കെ, എല്ലാം വിടൂ, താങ്കൾ വിശ്വസിക്കേണ്ട. പക്ഷേ ഈ വാൾട്ടറെ എനിക്കൊന്ന് ഡീൽ ചെയ്യാൻ താൻ എന്നെ സഹായിക്കുമോ? എങ്ങനെ ഡീൽ ചെയ്യാൻ? ഫോറിനറെയൊക്കെ തട്ടിയാൽ അത് ചില്ലറ കളിയല്ല, അറിയാമല്ലോ. അതിനിപ്പോ ആരെങ്കിലും തയ്യാറായി വരുമോ എന്നെനിക്ക് സംശയമാണ്. ആരെയും കൊല്ലണ്ട. അയാളെ കൊല്ലാമെന്ന് ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. ഒരുപക്ഷെ അയാളെ ആർക്കും കൊല്ലാനാവില്ല. അതിനിറങ്ങിത്തിരിച്ചാൽ ചിലപ്പോൾ നമ്മളായിരിക്കും ആദ്യം ചാവുന്നത്. പിന്നെന്തു ചെയ്യാൻ? മിൽട്ടൺ ഒരു ദീർഘനിശ്വാസം വിട്ടു. അയാൾക്കൊരു മോളുണ്ട്, സ്റ്റെല്ല. അവർ ഒരുമിച്ചാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ആ മനുഷ്യന് ഈ ലോകത്തിൽ ആകെയുള്ളൊരു വീക്ക് പോയിന്റാണ് മകൾ. അയാളെ കീഴ്പ്പെടുത്തണമെങ്കിൽ ആ കുട്ടികളിലൂടെ മാത്രമേ പറ്റൂ. ഓഹോ, അപ്പോൾ അവളെ നമ്മൾ കിഡ്നാപ്പ് ചെയ്യുന്നു. പിന്നീട് ഞാൻ അയാളെ വരച്ച വരയിൽ നിർത്തിക്കോളാം. എന്നെ ഉപദ്രവിക്കില്ല എന്നൊരു വാക്ക് അയാളുടെ വായിൽ നിന്ന് വീണ് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ആ വാക്ക് അയാൾക്ക് പിന്നെ തെറ്റിക്കാനാവില്ല. വൂഡു പിന്നെ എൻ്റെ മേലേശില്ല. അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് മിൽട്ടർ, നിങ്ങൾ സ്കൂളിലൊന്നും പോയിട്ടില്ലേ? നല്ല എഡ്യൂക്കേഷൻ്റെ കുറവുണ്ട് സംസാരത്തിൽ. മിൽട്ടൺ കുപിതനായി ചാടി എഴുന്നേറ്റു. താൻ വിശ്വസിക്കേണ്ടടോ, ആ കൊച്ചിനെ ഒന്ന് കടത്തിക്കൊണ്ടുവരാൻ പറ്റുമോ തനിക്ക്? ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ, സമാധാനപ്പെട്. ഡീറ്റെയിൽസ് ഒക്കെ തരൂ. അവരിപ്പോൾ എവിടെയുണ്ട്? അതെനിക്കറിയില്ല. ഇന്ന് വൈകിട്ട് വന്നിറങ്ങിയെന്ന് മാത്രം എനിക്ക് ഉറപ്പാണ്. എന്നെ നമ്മുടെ ഒരു പാർട്ട്ണർ സ്റ്റേറ്റ്സിൽ നിന്ന് വിളിച്ച് പറഞ്ഞതാ. മിക്കവാറും ഞാൻ ബുക്ക് ചെയ്ത സെയിം ഹോട്ടലിലായിരിക്കും അവരും. ആദ്യം അവിടെ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ലെവിൻ എന്നാണ് കുടുംബ പേര്. സ്റ്റെല്ല എന്നാണ് മകളുടെ പേര്. 18 വയസ്സാണ്. മാഗിയോ മാർഗരറ്റോ മറ്റോ ആണ് ഭാര്യ. ഇത്രയും വിവരമേ തൽക്കാലം എൻ്റെ കയ്യിലുള്ളൂ. പ്രഭാകരൻ ഒന്നിളകിയിരുന്നു. അത് ശരി, 18 വയസ്സാണ് കുട്ടിക്ക് എന്ന് താൻ ആദ്യം പറഞ്ഞില്ലല്ലോ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം, പറ്റിയ പിള്ളേരുണ്ട്. വേണ്ട, ആ ചിന്ത വേണ്ട കേട്ടോ മിസ്റ്റർ എടത്തറ.
അവളെ നമ്മളെങ്ങനെ കിഡ്നാപ്പ് ചെയ്യുന്നോ അതുപോലെ തന്നെ അയാൾക്ക് മടക്കി കൊടുക്കണം. എങ്ങാനും അവളുടെ ദേഹത്തൊരു പോറൽ വീണാൽ പിന്നെ ഉണ്ടാകുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. അതിപ്പോൾ നമ്മളെ ഏൽപ്പിക്കുന്നവന്മാർ നമ്മളെപ്പോലെ ആകില്ലല്ലോ. അവർക്ക് കാശിൻ്റെ കൂടെ ഇങ്ങനെയും ചില താല്പര്യങ്ങൾ കാണും. 18 വയസ്സുള്ള ഒരു കൊച്ചിനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ അവന്മാർ വിടുമോ? ഓക്കെ, എന്നാൽ വിട്ടേക്കൂ. ഞാൻ വേറെ പ്രൊഫഷണലായിട്ടുള്ള വേറെ ആരെങ്കിലും അന്വേഷിക്കട്ടെ. പണ്ട് എനിക്കിവിടെ ഒരു നല്ല ടീമിനെ പരിചയമുണ്ടായിരുന്നു. ഒരു റെജി, ബെന്നി എന്നൊക്കെ പറഞ്ഞ്. എന്തേൽപ്പിച്ചാലും നല്ല വൃത്തിയായി ചെയ്യും. അവരെ തപ്പണ്ട. പ്രഭാകരൻ എഴുന്നേറ്റു. അവന്മാർ 2 പേരും ഇപ്പോൾ കളത്തിലില്ല. 2 കൊല്ലം മുമ്പ് റെജി ബെന്നിയെ തട്ടി. അത് കഴിഞ്ഞപ്പോൾ റെജിക്ക് എന്തോ പണി കിട്ടി. ഇപ്പോൾ ശരീരം തളർന്ന് കിടപ്പാണ്. മൈ ഗോഡ്, മിൽട്ടൺ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ വേറെ വഴിയില്ല. എനിക്ക് കേരളത്തിൽ ആകെ പരിചയമുള്ള ആളുകളായിരുന്നു അവന്മാർ. ഞാനെന്നാൽ നേരെ ഗോവയിലേക്ക് വിടാം. എനിക്കവിടെ നല്ല കണക്ഷനുണ്ട്. താൻ വെയിറ്റ് ചെയ്യും മിൽട്ടൺ, നമുക്ക് വഴിയുണ്ടാക്കാം, പ്രഭാകരൻ ആലോചനയോടെ പറഞ്ഞു. സ്റ്റെല്ല ലെവിൻ അല്ലേ? അവളെ നമുക്ക് പൊക്കാം. നല്ലൊരു തുക വരും. പക്ഷേ പ്രൊഫഷണലായിട്ട് ഒരുത്തനെ ഇന്നിവിടെ എത്തിക്കാം, പോരെ? അത് മതി. പക്ഷേ ആളെങ്ങനെ? 18കാരിയെ കണ്ടാൽ കൺട്രോൾ പോകുന്ന ഇനമാണോ? മറുപടിയെ പ്രഭാകരൻ ഒരു ചിരി ചിരിച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു. അന്ന് രാത്രി ഹോട്ടൽ ബ്രൈറ്റൺ ഇന്റർനാഷണൽ, കൊച്ചി. വാൾട്ടറുടെ മുറി. 11 PM. സ്റ്റെല്ല നേരെ തൻ്റെ മുറിയിലേക്ക് ചെന്ന് കുളിച്ച് വസ്ത്രം മാറി ബെഡിലേക്ക് വീണു. കലശലായി തലവേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് മയങ്ങാനായി കണ്ണടയ്ക്കുമ്പോഴും അവളുടെ മനസ്സിൽ ഹെലന്റെ സുന്ദരമായ മുഖം തെളിയും. ആലോചിക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഫോണെടുത്ത് വാട്സാപ്പിൽ മെറിനുമായി സംസാരിക്കാൻ പലപ്പോഴും ഒരുങ്ങിയതാണവൾ. പക്ഷേ മെറിൻ തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. അറിയാതെ താൻ ചിലപ്പോൾ പപ്പയെപ്പറ്റി വെളിപ്പെടുത്തി പോകുമെന്ന് അവൾ ഭയന്നു. പപ്പയെപ്പറ്റി ഓർമ്മ വന്നപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റു. സംസാരിക്കണം. ഇനി ഇത് താങ്ങാനാവില്ല. കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ മുതൽ അനുഭവിക്കുന്നതാണ് ഈ ടെൻഷൻ. എന്താണ് പപ്പയ്ക്ക് പറയാനുള്ളതെന്ന് കേൾക്കണം. അവൾ തീരുമാനിച്ചുറപ്പിച്ച് വെളിയിൽ കോറിഡോറിലേക്ക് ഇറങ്ങി വാൾട്ടറുടെ വാതിലിൽ മുട്ടി. അപ്പോൾ കോറിഡോറിന്റെ ഏറ്റവും അറ്റത്ത് ഒരു മനുഷ്യൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അയാളുടെ ആ നിൽപ്പിൽ എന്തോ പന്തികേട് തോന്നി അവൾക്ക്. അവളെ കണ്ടപ്പോൾ അയാൾ പെട്ടെന്ന് ഞെട്ടി പുറത്തേക്ക് നോട്ടം മാറ്റിയതാണ്. വാതിൽ തുറന്ന വാൾട്ടർ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. പപ്പ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ഇനിയെങ്കിലും എന്നോട് കള്ളം പറയരുത്. അവളുടെ സ്വരം ശാന്തമായിരുന്നെങ്കിലും ദൃഢമായിരുന്നു. ഇല്ല മോളെ, മറുപടി പറഞ്ഞത് മാർഗരറ്റാണ്. ഇന്നെല്ലാം മോൾക്ക് പറഞ്ഞു തന്നിട്ടേ നമ്മൾ ഉറങ്ങൂ. സ്റ്റെല്ല, വാൾട്ടർ അവളുടെ തോളിൽ കൈവച്ചു. ആ മനുഷ്യനെ ഇല്ലാതാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിന് പിന്നിൽ ഒത്തിരി കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, അയാൾക്ക് എൻ്റെ പ്രായമാണ്. സോ നിന്റെ അപ്പനാകാനുള്ള പ്രായം. പിന്നെ അയാൾ ഒരു അധ്യാപകനാണ്. നിന്റെ പ്രായത്തിലുള്ള അനേകം പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാൾ. പക്ഷേ അതിനേക്കാൾ ഉപരി അയാളെന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ, നിന്റെ പപ്പ, നിന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അയാളുടെ കണ്ണുകളിൽ നനവ് തിളങ്ങി. ആ നിമിഷം ഞാൻ തീരുമാനിച്ചതാ അവനെ. സോ പപ്പ തന്നെയാണ് അയാളെ? അതെ. പക്ഷേ മോൾ ഒരു കാര്യം മനസ്സിലാക്കണം. സ്വപ്നത്തിൽ പോലും ഹെലനെ ഉപദ്രവിക്കാൻ എനിക്ക് ചിന്തയുണ്ടായിരുന്നില്ല. ഹെലൻ അയാളുടെ മോളാണെന്ന് വരെ എനിക്കറിയില്ലായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് എന്തായാലും ആ കുഞ്ഞിന് ഒരു അപകടവും പറ്റിയില്ല. കഴുത്തിലെ ഒരു അസ്ഥിക്ക് ചെറിയ പൊട്ടൽ, അതുമാത്രം. അവൾ ഹോസ്പിറ്റൽ വിട്ടു. അവൾ ഒന്നും മിണ്ടാതെ നിർനിമേഷയായി അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. ഒരു പെൺകുഞ്ഞിനെ വളർത്തുന്ന ഏതൊരു മനുഷ്യനും ആ അവസ്ഥയിൽ ചിന്തിക്കുന്നതേ ഞാനും ചിന്തിച്ചുള്ളൂ. പിന്നെ എനിക്ക് മറ്റുള്ളവരെ പോലെ അല്ല, പ്രതികരിക്കാൻ വഴികളുണ്ട്. ഞാൻ അതുപയോഗിച്ചു, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പേരിൽ നീ എന്നെ ഒരു ഭീകരനായിട്ട് കാണുകയാണെങ്കിൽ ആയിക്കോളൂ. എന്തെങ്കിലും ഒരിക്കൽ നിനക്ക് മനസ്സിലാകും ഞാൻ ചെയ്തത് ശരിയെന്ന്. ഇല്ല പപ്പ, അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. എനിക്കൊരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. മുറിയിലാകെ അസുഖകരമായ നിശബ്ദതയായി. പിന്നെ കുറച്ചു നേരം. ഒടുവിൽ അവൾ ചോദിച്ചു. വാൾട്ടർ ഭയന്ന ആ ചോദ്യം. പപ്പ ശരിക്കും ആരാണ്? വൂഡു മാജിക് വഴിയല്ലേ പ്രൊഫസറെ പപ്പ ഇല്ലാതാക്കിയത്? അതല്ലേ പപ്പ നമ്മുടെ ബേസ്മെന്റിൽ ചെയ്യുന്നത്? വാൾട്ടർ ഒരു ദീർഘനിശ്വാസത്തോടെ മാർഗരറ്റിനെ നോക്കി. ഞാൻ പറയാം മോളെ അതിൻ്റെ ഉത്തരം. മാർഗരറ്റ് പതിയെ വീൽചെയറിൽ നിന്നും എഴുന്നേൽക്കാൻ ആഞ്ഞു. അമ്മ എന്താ ഈ കാണിക്കുന്നത്? വീഴില്ലേ?
അവൾക്ക് നേരെ ഓടിച്ചെല്ലാനാഞ്ഞ സ്റ്റെല്ല സ്തബ്ധയായി നിന്നുപോയി. അവൾക്ക് ഓർമ്മ വെക്കുന്ന കാലം മുതലേ വീൽചെയറിലായിരുന്ന അവളുടെ അമ്മ അവൾക്ക് മുൻപിൽ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വാട്ട് അവൾക്ക് അമ്പരപ്പ് നിയന്ത്രിക്കാനായില്ല. ഞാൻ പറഞ്ഞിരുന്നില്ലേ, എല്ലാം അറിഞ്ഞിട്ട് മോൾ ഇന്നീ മുറി വിട്ടു പോയാൽ മതി. എല്ലാവരും കൂടി എന്നെ. അവൾക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാനായില്ല. നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത് സ്റ്റെല്ല, നിന്റെ അമ്മ എഴുന്നേറ്റ് നടക്കുന്നത് കാണുമ്പോൾ. വാൾട്ടർ പുഞ്ചിരിയോടെ നടന്നു ചെന്ന് മാർഗരറ്റിൻ്റെ അരയിൽ കൈ ചുറ്റിപ്പിടിച്ചു. നിനക്കറിയുമോ കുട്ടി, ഈ നിൽക്കുന്ന നിന്റെ അമ്മ മരിച്ചു പോയതാണ്. ALS എന്ന മാരകമായ ഒരു അസുഖമായിരുന്നു അമ്മയ്ക്ക്. പ്രശസ്ത ശാസ്ത്രജ്ഞൻ സ്റ്റീവൻ ഹോക്കിങ്സിന് വന്ന അതേ അസുഖം. പക്ഷേ അമ്മയുടെ കേസിൽ അത് വളരെ ഗുരുതരമായിരുന്നു. നിന്നെ ഗർഭിണിയായിരുന്നപ്പോഴാണ് അമ്മയിൽ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അന്നാണെങ്കിൽ ഇന്നത്തേതുപോലെയുള്ള യാതൊരു ചികിത്സാ സൗകര്യവുമില്ല. ഇന്നും അതിന് മരുന്നില്ല. പക്ഷേ ചികിത്സയിലൂടെ നമുക്ക് ആയുസ് നീട്ടിക്കൊണ്ടു പോകാനാകും. പക്ഷേ അന്ന് മാഗിയെ പരിശോധിച്ച ഡോക്ടർ അവൾക്ക് കൂടിപ്പോയാൽ 1 വർഷത്തെ ആയുസ്സാണ് വിധിച്ചത്. വാൾട്ടർ എഴുന്നേറ്റ് നിന്ന് ബാഗിൽ നിന്നും ഒരു പഴയ ആൽബം പുറത്തെടുത്ത് നിവർത്തി. അന്നത്തെ മാർഗരറ്റിൻ്റെ ഹോസ്പിറ്റൽ മുറിയിലെ ചിത്രങ്ങളാണ്. കണ്ടോ നീ നിന്റെ അമ്മ മരിച്ചു കിടക്കുന്നത്? മരിച്ചോ? അവൾക്ക് മനസ്സിലായില്ല. ജീവൻ വിട്ടു പോയില്ലെന്നേ ഉള്ളൂ. ഏതു നിമിഷം കടന്നു വരാവുന്ന മരണം കാത്തുള്ള ആ കിടപ്പ്. ഞാൻ അലയാത്ത ഇടങ്ങളില്ല കുട്ടി. എന്തെങ്കിലും ഒരു ചികിത്സയ്ക്ക് വേണ്ടി, ഒരു അത്ഭുതത്തിനു വേണ്ടി. വാൾട്ടറുടെ തൊണ്ടയിടറി. ഒടുവിലന്ന് സകല പ്രതീക്ഷയും നശിച്ച് ഞാൻ ആ ഹോസ്പിറ്റൽ റൂമിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ അകത്തോട്ട് കടന്നു വന്നു. നിന്റെ ഗ്രാൻഡ്പ. വർഷങ്ങളായി ഞാനുമായി പിണക്കത്തിലായിരുന്നു എൻ്റെ പപ്പ. അദ്ദേഹം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒരിക്കലും ഇനി കാണില്ല എന്ന് കരുതി ഞാൻ മറന്നേ പോയിരുന്നു ആ മുഖം. പക്ഷെ അന്ന് എവിടെ നിന്നറിയാതെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. കരഞ്ഞുകൊണ്ട് നിന്റെ അമ്മയുടെ ബെഡിൽ തലചായ്ച്ച് കിടന്നിരുന്ന എന്നെ അദ്ദേഹം തോളിൽ തൊട്ട് വിളിച്ചു. വിഷമിക്കേണ്ട, എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. തുടക്കത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹം നിർബന്ധിച്ച് എന്നെക്കൊണ്ട് അമ്മയെ ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു. ഞാൻ എതിർത്തപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ഒരൊറ്റ വാചകമേ പറഞ്ഞുള്ളൂ. അടുത്ത 1 മണിക്കൂറിൽ നിന്റെ ഭാര്യ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ നീ എന്നെ കൊന്നുകളഞ്ഞേക്കൂ. എൻ്റെ കുട്ടി, അന്ന് ഞാൻ കരുതി അദ്ദേഹം ഭ്രാന്ത് പറയുകയാണെന്ന്. പക്ഷേ ഇനിയും ആ ഹോസ്പിറ്റലിൽ മാഗിയെ കിടത്തിയിട്ടും ഫലമില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് മാത്രം ഞാനത് സമ്മതിച്ച് അവിടെ നിന്നിറങ്ങി. തീർത്തും അവിശ്വസനീയമായതാണ് പിന്നീട് നടന്നത്. വീട്ടിലേക്കുള്ള യാത്രയിൽ കാറിൽ വെച്ച് പപ്പ മാഗിക്ക് എന്തോ ഒരു മരുന്ന് കൊടുക്കുന്നത് കണ്ടു. ഒരു മൺകോപ്പയിൽ എന്തോ പച്ചമരുന്നുകൾ കലക്കി എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി അദ്ദേഹം നിർബന്ധിച്ച് മാഗിയെക്കൊണ്ട് അത് കുടിപ്പിച്ചു. പിന്നീടുണ്ടായത്, വാൾട്ടറുടെ കണ്ണുകൾ തിളങ്ങി. ആ കാർ വീട്ടിലെത്തിയപ്പോഴേക്കും നിന്റെ അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. മരണം വരെയും ഒരൊറ്റ കിടപ്പായിരിക്കും എന്ന് പറഞ്ഞ നിന്റെ അമ്മ ഒരു ചെറിയ ക്ഷീണം പോലുമില്ലാതെ എഴുന്നേറ്റിരിക്കുന്നു. സ്റ്റെല്ല വിശ്വാസം വരാതെ അമ്മയെ വീണ്ടും നോക്കി. അന്നു മുതൽ ഇന്നുവരെ എനിക്കൊരു ജലദോഷം പോലും പിന്നെ വന്നിട്ടില്ല സ്റ്റെല്ല. മാർഗരറ്റ് പുഞ്ചിരിച്ചു. വൂഡു ആയിരുന്നു അതും. സ്റ്റെല്ല തിരിഞ്ഞ് വാൾട്ടറെ നോക്കി. അയാൾ ആ ചോദ്യം കേട്ടില്ലെന്ന് തോന്നി. എൻ്റെ പപ്പ ഒരു വല്ലാത്ത പ്രാകൃതക്കാരനായിരുന്നു. ആരുമായും അടുക്കില്ല. എല്ലാവർക്കും അദ്ദേഹത്തെ ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തമ്മിൽ പിണങ്ങിയത്. പക്ഷേ അന്നെനിക്ക് മനസ്സിലായി, എത്ര പിണങ്ങിയാലും ദേഷ്യപ്പെട്ടാലും സ്വന്തം മക്കൾക്കൊരു വിഷമം വന്നാൽ അത് പരിഹരിക്കാനായി അപ്പന്മാർ ഏതറ്റം വരെയും പോകും. വർഷങ്ങളായി രഹസ്യമായി കൊണ്ടു നടന്ന ആ പുരാതന മാന്ത്രിക വിദ്യ എനിക്ക് വേണ്ടി, എൻ്റെ മാഗിക്ക് വേണ്ടി അദ്ദേഹം പ്രയോഗിച്ചു. പകരം സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ട് പോലും. വാട്ട്? അതേ കുട്ടി, നിന്റെ അമ്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവനാണ് അദ്ദേഹം പകരം കൊടുത്തത്. ഈ വൂഡോ പ്രാക്ടീസിൻ്റെ ഏറ്റവും വലിയ അപകടം അതാണ്. എന്തിനും ഏതിനും നമ്മൾ പകരം കൊടുക്കണം. ജീവൻ കിട്ടിയാൽ പകരം ജീവൻ കൊടുക്കണം. നന്മയ്ക്ക് പകരം തിന്മ. അതാണ് വൂഡു രീതി. അദ്ദേഹം അന്ന് വൈകിട്ട് മരിച്ചു, എൻ്റെ മടിയിൽ കിടന്ന്. പക്ഷെ ഞാനതറിഞ്ഞില്ല. പപ്പ മരിക്കാൻ തീരുമാനിച്ചാണ് വന്നിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ കടുങ്കൈ ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം എന്നെ നമ്മുടെ ബേസ്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്നുവരെ ഞാൻ അതിനുള്ളിൽ കടന്നിട്ടില്ല. ചെറുപ്പത്തിലെ എന്നെ ഭയപ്പെടുത്തി വിലക്കിയിരുന്ന ആ നിലവറയ്ക്കുള്ളിൽ വെച്ച് പപ്പ എനിക്ക് വൂഡു എന്ന ആ വിചിത്ര ലോകത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നു. ഈ വിദ്യ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത് നിനക്കറിയാമായിരിക്കും. 17-ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കൻ അടിമകളാണ്. ഇന്നും അവരുടെ പിൻതലമുറക്കാർ ഇവിടെയുണ്ട്.
പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ വിധി ഉപയോഗിക്കുന്നവർ വളരെ വിരളമാണ്. കാരണം ഈ പകരത്തിന് പകരം എന്ന നിയമം തന്നെ. വൂഡു ഉപയോഗിച്ച് നമുക്കൊരാളെ അപായപ്പെടുത്താം, പകരം നമ്മൾ മറ്റൊരാളെ സുഖപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ സ്വയം ജീവൻ വെടിയണം. ഇതുമല്ലെങ്കിൽ നമ്മൾ കൊല്ലുന്നയാൾ ഒരു കൊലപാതകിയായിരിക്കണം. അതാണ് ഇതിന്റെ നിയമം. അതല്ലെങ്കിൽ പതിയെ പതിയെ നമ്മളെ തേടി മറ്റാപത്തുകൾ വരാൻ തുടങ്ങും. അമ്മയെന്തിനാ ഇപ്പോഴും വീൽ ചെയറിൽ? സ്റ്റെല്ലയുടെ സംശയം അതായിരുന്നു. വുഡുവിനെ പറ്റി കൂടുതലറിയാൻ അവൾ താല്പര്യം കാണിച്ചില്ല. ALS ബാധിച്ച് ശരീരം തളർന്ന ഒരാൾ പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല സ്റ്റെല്ല. പതിയെ പതിയെ ശരീരം മൊത്തം ചലനം നഷ്ടപ്പെട്ട് ചിലപ്പോൾ പെട്ടെന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം കിടന്നു മരിക്കും. നിന്റെ അമ്മയ്ക്ക് ഈ അസുഖമാണെന്ന് എല്ലാവർക്കും അറിയാം. പെട്ടെന്നൊരു ദിവസം എഴുന്നേറ്റ് നടന്നാൽ അത് പിന്നെ ആളുകളിൽ സംശയം ജനിപ്പിക്കും. വൂഡു ഒരിക്കലും അർഹതയില്ലാത്ത കൈകളിൽ എത്തിച്ചേരാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു. അമ്മ ഇനി മുതൽ മറ്റുള്ളവരുടെ കൺമുൻപിൽ വീൽ ചെയറിൽ ജീവിക്കും. കാണുന്നവർ കരുതിക്കോട്ടെ അമ്മയ്ക്കെന്തോ മാരക രോഗമാണെന്ന്. പക്ഷേ ഇവിടെ ഈ ദൂരദേശത്ത് ഇനി നമുക്കിത് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ വരുന്ന 2 ആഴ്ചക്കാലം എല്ലാം മറന്ന് ജീവിതം ആസ്വദിക്കാം. നീ നാളെ പുറത്തേക്ക് ഇറങ്ങിയൊന്ന് നോക്കൂ. ദൈവത്തിൻ്റെ സ്വന്തം നാടാണിത്. സ്റ്റെല്ലയുടെ മനസ്സ് തണുത്തിരുന്നു. വാൾട്ടർ പറഞ്ഞ കാര്യങ്ങൾ അവളെ അത്ഭുതപ്പെടുത്തി. പക്ഷെ അതിലേറെ അവളെ സന്തോഷിപ്പിച്ചത് പൂർണ്ണ ആരോഗ്യവതിയായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന അമ്മയാണ്.